നമ്മുടെ നിഷ്പക്ഷ സംഖ്യയായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ ഇട്ട പോസ്റ്റാട്ടോ ഇന്നലെ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. അതെ, ഇത് ഒരിടത്ത് ഇടിച്ച് നിൽക്കുകയാണ് സാർ. അതും കറക്റ്റാണ്. ഇതിലൊരു കപ്പിത്താൻ ഉണ്ട് സാർ. ഉണ്ടോ? ഓൻ മുങ്ങി സാർ. എല്ലാം കറക്റ്റാണ് സാറേ. എന്താണെങ്കിലും നിങ്ങളൊരു നിഷ്പക്ഷ സംഖ്യയാണെങ്കിലും ഇങ്ങനെ ശവത്ത് കുത്താൻ പാടില്ല. സംഭവം നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ കലക്ടറും മേയറും മുഖ്യനും മന്ത്രിമാരും എല്ലാവരും ടൂറിലും പല പല അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരില്ല. അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിചാരിച്ചിട്ട് വെള്ളം വന്നപ്പോഴേക്കും ഉമ്മാതിരി പോസ്റ്റൊക്കെ ഇട്ടാലോ? സംഭവം നിങ്ങൾ പറഞ്ഞൊക്കെ കറക്റ്റാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെള്ളം കയറുന്നുണ്ട്, കാഷ്വാലിറ്റി വെള്ളത്തിൽ മുങ്ങുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനത്തെ പോസ്റ്റൊക്കെ ഇടാവൂ? അത് നമ്മുടെ മുഖ്യനെ പറ്റിയിട്ടൊക്കെ. നിങ്ങൾ നിഷ്പക്ഷനായതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ നിഷ്പക്ഷതയിലോട്ട് ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് തരാം. അതായത് നമ്മുടെ കേരളം നമ്മുടെ മുഖ്യൻ മുടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ, അതായത് കപ്പൽ മുങ്ങാതെ പൊക്കി വെച്ച പോലെ തന്നെ കേന്ദ്രത്തിൽ മറ്റൊരു മുത്തപ്പൻ വേറൊരു മുക്കൽ മുക്കിയിരുന്നു. അതായത് ഞാൻ ഈ താഴത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ G20 ഉച്ചകോടിൻ്റെ സമയത്ത് നമ്മുടെ മോദിജി പ്രകൃതി മൈതാനിലോട്ട് പോകുന്ന ഒരു ടണലാണത്. ആ ടണൽ ഘോരമായി ഘോഷിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 ഭാഗത്ത് ക്യാമറാമാൻമാരുണ്ട്. പുള്ളി നടുകൂടെ നടക്കുന്നു, സൈഡിൽ കൂടെ നടക്കുന്നു, അവിടെയുള്ള വേസ്റ്റൊക്കെ വാങ്ങുന്നു. കംപ്ലീറ്റ് ഒരു 700 കോടിൻ്റെ പ്രൊജക്റ്റാണ് കണ്ടത്. യാതൊരു പഠനമോ കാര്യങ്ങളൊന്നുമില്ല. പുള്ളിക്ക് മറ്റേ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞൊരു പ്രാന്താണല്ലോ. അപ്പോൾ അന്ന് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ടണൽ മാത്രമാണത്. കഴിഞ്ഞ കൊല്ലത്തെ മഴയിൽ ആ ടണൽ എന്തുണ്ടായി എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ താഴത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ? വെറും ഒറ്റ കൊല്ലം, ഒരു കൊല്ലം തയ്ക്കുന്നതിന് മുമ്പ് അത് മൊത്തം നമ്മൾ ഈ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ മുങ്ങുകയില്ല കപ്പലിനൊക്കെ പറഞ്ഞ പോലെ ഇത് അണ്ടർഗ്രൗണ്ട് കൂടെ വാട്ടർ വിട്ടതാണ്, മേലെ കൂടെ വിടാൻ. അപ്പോൾ ഇമാതിരി സംഭവങ്ങൾ ഈ നിഷ്പക്ഷം പറയുമ്പം രണ്ടും പറയണം. അതല്ലേ പിന്നെ ഞാൻ സംഖ്യയാണ്, മോദിജി ചെയ്ത പൊട്ടത്തരങ്ങൾ ഞാൻ പറയില്ല, പിണറായിൻ്റെ പൊട്ടത്തരങ്ങൾ മാത്രമേ ഞാൻ പറയൂ എന്ന് പറയണം. അപ്പം ഈ നിഷ്പക്ഷതയൊക്കെ മാറ്റി നിർത്തിയിട്ട് നാട്ടിൽ കേരളത്തിൽ നമ്മുടെ പിണറായിച്ചൻ കട്ടുമുടിക്കുന്നു, കേന്ദ്രത്തിൽ നമ്മുടെ മോദിച്ചൻ കട്ടുമുടിക്കുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം അതല്ല. മോദി എന്നെ കഴിഞ്ഞ ദിവസം പറയണ്ടായി പുള്ളി അത് അവതാരമാണോ, അതായത് ബയോളജിക്കൽ ബർത്ത് അല്ലാന്നോ, അതായത് പരമഹംസ ജീവഹംസത്തിൽ നിന്നുണ്ടായി വന്ന എന്തോ ഒരു സംഭവം എന്നൊക്കെ പറയണ്ടായി. പക്ഷെ പുള്ളി പോലും അറിഞ്ഞില്ല അങ്ങനെ വെള്ളം വരും എന്നുള്ളത്. ഈ മഴ വെള്ളം എന്നൊക്കെ പറയുന്നത് അപ്പോൾ പിണറായി വിചാരിച്ചാലും നമ്മുടെ മോദിജി വിചാരിച്ചാലും രാഹുൽ ഗാന്ധി വിചാരിച്ചാലും ആര് വിചാരിച്ചാലും തടുക്കാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് വന്ന് ഇമ്മാതിരി കുറ്റങ്ങളും തള്ളുകളും പറയുമ്പം തിരിച്ചും കിട്ടും എന്നുള്ളത് നമ്മുടെ നിഷ്പക്ഷൻ ആലോചിക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്താണെങ്കിലും പിണറായിയും കൊള്ളാം, മോദിയും കൊള്ളാം. എല്ലാവരും കൂടെ നാട് കട്ടുമുടിച്ച് ഓൾമോസ്റ്റ് മുങ്ങി അങ്ങ് താവാറായിട്ടുണ്ട്. ഇനി ആകെ രക്ഷപ്പെടാൻ പോകുന്നത് നമ്മുടെ സൂര്യൻ എന്ന പിണറായിയും അതുപോലെ ദൈവത്തിൻ്റെ അവതാരമായിട്ടുള്ള മോദിജി മാത്രമായിരിക്കും. നമ്മളൊക്കെ മുങ്ങിപ്പോവും.